ഹായ് ഗൈസ്. അപ്പോൾ ഇന്നൊരു വീക്ക് ഓഫ് ഡേ ആണ് എനിക്ക്. അപ്പം ഒരു വീക്ക് ഓഫ് ഡേ എങ്ങനെ ചിലവാക്കാം എന്ന് ഇന്നലെ ഞാൻ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 11 മണി വരെ കിടന്നുറങ്ങണം, അതായിരുന്നു പ്ലാൻ. പക്ഷേ ഉച്ചിട്ട പോലെ രാവിലെ ഒരു 8:30 ആയപ്പോഴും ഞാൻ ഇങ്ങനെ എത്തി. പൊതുവെ എങ്ങനെയാണ് കിടന്നുറങ്ങാൻ പ്ലാൻ ചെയ്യും, അതേ ദിവസം നമ്മൾ നേരത്തെ എണീക്കും. അതുപോലെ എണീറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഓക്കെ. അതിനുശേഷം ഞാൻ പ്ലാൻ ചെയ്തു എന്തായാലും എണീറ്റ് വീക്ക് ഓഫ് അല്ലേ, ഒരു മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. 11 മണിക്ക് പടത്തിൻ്റെ പോകാൻ പ്ലാനുണ്ട്. വണ്ടി ഒന്ന് കഴുകണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ രാവിലെ മഴ പെയ്തു തുടങ്ങി. ഈ മഴയത്ത് വണ്ടി കഴുകി കഴിഞ്ഞാൽ വീഡിയോ ഇരട്ടിച്ചെറിയാം. അവിടെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മാത്രം തന്നെ വണ്ടിയിലൊക്കെ പോകാം. ഞാൻ മുമ്പ് ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പോലെ. അപ്പോൾ ഒരു മൂവിക്ക് പോകാൻ പ്ലാനുണ്ട്, വണ്ടിയിൽ കുറച്ച് പണിയുണ്ട്, അതും ചെയ്യണം. പിന്നെ വേറെയും കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വീക്ക് ഓഫ് ഡേ നമുക്ക് എങ്ങനെ ചിലവാക്കാം, അതായിരിക്കും ഇന്നത്തെ വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ കാണണം, ഓക്കെ. ഇവിടെ രാവിലെ ഇന്നലെ രാത്രി മുതലേ എന്താണെന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ബൾബ് കറന്നുണ്ട്, കണ്ട ഇതാണ് അവസ്ഥ. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ലൈറ്റിൻ്റെ ഒക്കെ. രാവിലെ അപ്പോൾ എന്തായാലും ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും കഴിക്കണം, വിശന്ന് തുടങ്ങി ചെറുതായിട്ട്. കാരണം ഓഫീസിൽ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ബ്രഞ്ച് ആക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചോടെ മിക്സ് ചെയ്ത് 10 മണിക്ക് ബ്രഞ്ച് കഴിക്കാം. അടുക്കളയിൽ പോയി നോക്കട്ടെ എന്താണുള്ളത്. ഗൈസ്, അപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടായിരുന്നു, ഉച്ചക്കത്തേക്ക് വേണ്ടി വെച്ചിരുന്ന ഒരു ഓംലെറ്റ് ഉണ്ടായിരുന്നു, കുറച്ച് കറി, ഇത് കുറച്ച് കൂട്ടുകറി, ഇത് കുറച്ച് ദാലിൻ്റെ കറി. ഇതാണ് ഇന്നത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അല്ല ബ്രഞ്ച് എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം കുറച്ച് പരിപാടിയുണ്ട്. ഷോപ്പിൽ പോകണം, കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അത് കഴിഞ്ഞിട്ട് വന്നിട്ടൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് പടത്തിന് പോകണം. ARM പ്ലാൻ, ഇതുവരെയും പോയി കണ്ടില്ല. സമയമില്ല ഗൈസ്, സമയമില്ല. അതുകൊണ്ട് അതൊന്ന് പോയി കാണണം എന്നാലും വിചാരിക്കും. ഒന്നെങ്കിൽ 11 മണിക്കുള്ള ഷോയ്ക്കും, അല്ലെങ്കിൽ 2:30 ഷോയ്ക്കും. കാരണം വണ്ടിക്ക് പൊല്യൂഷൻ തീർന്നിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ വണ്ടിക്ക് പൊല്യൂഷൻ എടുക്കണം, വണ്ടി ഒന്ന് വാഷ് ചെയ്യണം. എന്തായാലും നല്ല ചെളിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ 11 മണിക്കുള്ള ഷോ പോകും, അല്ലെങ്കിൽ 2:30 ഷോയ്ക്ക് പോകും, ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഈ ബ്രഞ്ച് ഒന്ന് കഴിച്ച് തീർക്കട്ടെ ഗൈസ്. അല്ലേ ഗൈസ് ഇപ്പോൾ പടത്തിൻ്റെ ഭാഗമെന്ന് വെച്ച് റെഡിയായി ഇറങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് റെഡിയായി ഇറങ്ങിയപ്പോഴേക്കും മഴ. എൻ്റെ അവസ്ഥയല്ലേ, നല്ല മഴയുണ്ട്. അപ്പോൾ മഴ ഒന്ന് മാറും. 2:30 ഷോ തുടങ്ങുന്നത്. ഇപ്പോൾ സമയം 1:40 ആയിട്ടുണ്ട്. 2:30 ഷോ. അവിടെ ചെല്ലുമ്പോൾ പറയാൻ ടിക്കറ്റ് കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പോയി നോക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും മഴയൊന്നും നോക്കുന്നില്ല, അങ്ങ് ഇറക്കാമെന്ന് വിചാരിച്ചു. അതാണ് പ്ലാൻ. വണ്ടി എടുത്തു പോകുന്നു. ബൈ ഗൈസ്. അങ്ങനെ ടിക്കറ്റ് കിട്ടിയിരിക്കുകയാണ്. കുറച്ച് ബാക്കിലാണ്. എന്തായാലും കയറി കാണാം. അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കാം. ഹേ ഗൈസ്, അപ്പോൾ അവിടെ എത്തിയ സമയത്തായിരുന്നു ARM 100 കോടി ക്ലബ്ബിൽ കയറിയിട്ട് ഇറങ്ങിയ ഷോ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനൊരു കേക്ക് കട്ടിങ് പരിപാടി അവിടെ ഉണ്ടായിരുന്നു. അതിലും എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ഗൈസ്. അപ്പോൾ മൂവി കഴിഞ്ഞു. ഒരു ഷർട്ട് എടുക്കാമെന്ന് വിചാരിച്ചു, വൈകി കിടക്കുന്നതിന് ഷർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇതാണ് ഷർട്ട്, പക്ഷേ വലുതായിപ്പോയി എനിക്ക്. അത്രയും വലുതായിട്ട് കിടക്കുന്നു. ഭയങ്കര വലുതായിപ്പോയി. ഗൈസ്, ഇപ്പോൾ ഫൈനലി ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. ആറ്റിങ്ങൽ ക്വിക്ക് ഹോപ്സ്. അപ്പം ഒരു വീക്ക് ഓഫ് ഡേ എനിക്ക് വേണ്ടി തന്നെ ചിലവാക്കിയിരിക്കുകയാണ് ഗൈസ്.